ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു അടിപൊളി ഓഫറാണ് സോഡിയാക് ഫർണിച്ചർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന മെത്ത നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഈ തേക്കിന്റെ കട്ടിലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈ മെത്ത എന്ന് പറയുന്നത് 8 ഇഞ്ച് വരുന്ന സ്പ്രിങ്ങിന്റെ മെത്തയാണ്. ഗവൺമെന്റ് ഓഫ് കേരള അപ്രൂവ്ഡ് ഉള്ള മെത്തയാണ് ഈ കാണുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഓഫർ നടക്കുന്നത് കുന്നിക്കോട് പത്തനാപുരം റൂട്ടിലെ ആവണീശ്വരത്തുള്ള സോഡിയാക് ഫർണിച്ചറിലാണ്. നമ്മുടെ ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട് പറഞ്ഞ് എല്ലാ ഫർണിച്ചർ ഐറ്റങ്ങൾക്കും ഇവിടെ ഓഫറാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ നേരെ അതിനകത്തോട്ട് പോയിട്ട് ഓണറോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോഴാണ്. സാറേ നമസ്കാരമുണ്ട്. അപ്പൊ സാറേ ഞാനിപ്പം ഇവിടെ മെത്ത മേടിക്കുമ്പോൾ കട്ടിൽ ഫ്രീ കിട്ടും എന്ന് അറിഞ്ഞിട്ട് വന്നതാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്. അതോ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ ഒരു മെത്ത മേടിക്കുമ്പോൾ എങ്ങനെ കട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും? കട്ടില് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കാരണം ഇപ്പം ജനങ്ങള് ഓഫർ 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 എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓഫറാണ്. ഏതൊരു ഐറ്റം നമ്മൾ മേക്ക് ചെയ്യുമ്പോഴും മേക്കിംഗ് ചാർജ് കൊടുക്കണം. തീർച്ചയായിട്ടും പണിക്കൂലി ഉണ്ട്. ആ പണിക്കൂലി ഇപ്പം കൂടിയിട്ടല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ക്വാളിറ്റിക്കകത്ത് കുറവ് വരുത്തിയാൽ മാത്രമേ, അതായത് പ്രോഡക്റ്റ് വരുത്തിയാൽ മാത്രമേ ഓഫർ കൊടുക്കാൻ പറ്റൂ ക്വാളിറ്റിക്കകത്ത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കടയിൽ ഇപ്പൊ ഓഫർ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ലയോ? ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ എല്ലാവരും ഓഫറിന്റെ പുറയിലാണ്. അപ്പൊ നമ്മൾ ആ ക്വാളിറ്റി ഉള്ള സാധനം വിലക്കുറവാണ് ഇവിടെ നമ്മൾ ഓഫറായിട്ട്. അല്ലാതെ തേക്കിന്റെ കട്ടിലെടുക്കുമ്പോൾ ദിവാങ്കോട്ട് ഫ്രീ, സെറ്റ് ഫ്രീ, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പല ഷോപ്പുകളും ദിവാങ്കോട്ടിന്റെ മേളിൽ കൂടെ വണ്ടി കയറ്റിയിരുന്നു, സോഫ സെറ്റ് 5ാമത്തെ നിലയെടുത്ത് എറിയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് സാറിന് ധൈര്യം ഉണ്ടോ? ഇവിടുത്തെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടോ ഇല്ലയോ? ഞാൻ ഏതൊരു സാധനവും വിപിനെ നമുക്ക് എടുത്തറിയാം. 4ാമത്തെ നിലയുടെ മണ്ടയ്ക്ക് താഴെ ഇടാം. അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ബിബിൻ ഇപ്പൊ ഈ റോഡിൽ നടന്നു പോവാ, അല്ലെങ്കിൽ സൈക്കിളിൽ പോവാ, സ്കൂട്ടറിൽ പോവാ, താഴെ വീണാൽ പരിക്ക് പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. അത് ഏത് സാധനത്തിനും പറ്റും. മനുഷ്യർക്കും പറ്റും. ഈ ഇതുപോലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ആയാലും കട്ടിലായാലും ഏത് സാധനത്തിനും. ഇപ്പൊ ഈ നമ്മൾ ബിബിൻ സോഫ വാങ്ങിക്കുന്നത് മേളിൽ നിന്ന് താഴോട്ട് ഇടാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ സെറ്റ് മേടിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു 5ാമത്തെ നിലയുടെ മേളിൽ നിന്ന് എറിഞ്ഞു കാണിക്കേണ്ട കാര്യമില്ല, വണ്ടി കയറ്റി ഇറക്കേണ്ട കാര്യമില്ല. ഇപ്പൊ മെത്തയുടെ മണ്ടയ്ക്ക് നമ്മൾ വണ്ടി കയറ്റി ഇറക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കമ്പനിക്കാർ നമുക്ക് തരുന്ന കട്ട് മോഡൽ നമ്മുടെ കയ്യിൽ കിടക്കാനാണ് തരുന്നത്. നമുക്ക് കട്ട് മോഡലുണ്ട്. അതായത് കസ്റ്റമറിന്റെ അടുത്ത് ഈ പ്രോഡക്റ്റിന്റെ അകത്ത് ഐറ്റം ഏതാണ്, പോക്കറ്റ് എങ്ങനെയാണ്, കീറി കാണിക്കേണ്ട കാര്യമില്ല. ഈ മെത്തക്കകത്ത് പോക്കറ്റ് സ്പ്രിംഗ് ആണെങ്കിൽ പോക്കറ്റ് എങ്ങനെയാണെന്ന് കാണിക്കാനുള്ള കട്ട് മോഡല് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവിടെ മെത്ത കീറി കാണിക്കേണ്ട ആവശ്യമില്ല. കാര്യമില്ല. ഇല്ല, ഈ വ്ളോഗർമാരെ പേടിച്ച്, അതായത് ഒരു പേടിച്ചാണ് ഞാൻ ആ ദിവാങ്കോട്ട് എടുത്ത് അങ്ങനെ കെട്ടിവെച്ചേക്കുന്നത്. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് പല പ്രമുഖ ഷോപ്പുകളും കാണിക്കാറുണ്ട്. അതിനെ കൊണ്ടേക്കൂടെ ഓടുന്നു, ഇതിനെ കൊണ്ടേക്കൂടെ ഓടുന്നു. അപ്പൊ ഒരു ദിവാങ്കോട്ടിന്റെ തുണി മാറണമെങ്കിൽ 1500 രൂപ വിലയാണ്. അപ്പം അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വലിയൊരു ഓഫർ തന്നെയാണ് മെത്ത മേടിക്കുമ്പോൾ കട്ടിൽ ഫ്രീ കിട്ടുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഞാൻ ചോദിക്കുന്നത്, സോഫ സെറ്റിക്ക് എന്തുകൊണ്ട് ഇവിടെ ഓഫർ? സോഫയ്ക്ക് ഓഫർ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ സോഫ എടുക്കുമ്പം കസ്റ്റമർ ചോദിക്കും ടീപ്പോ ഫ്രീ ഉണ്ടോ എന്ന്. അപ്പം സോഫയ്ക്ക് ഒരു വില, ടീപ്പോ വേറെ കമ്പനിയുടെ ടീപ്പോയാണ്. അപ്പം നമുക്ക് ഫ്രീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിക്കകത്ത് ഈ സോഫയുടെ ഈ സെറ്റിക്കകത്ത് ഈ ടീപ്പോയുടെ വില ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല ഫ്രീ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നോർമൽ, അതായത് ഇത് വെറുതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. വെറുതെ കൊടുക്കണമെങ്കിൽ ഈ സാധനം എനിക്ക് ഫ്രീ ആയിട്ട് വരണം. ഇത് ഫ്രീ ആയിട്ട് വന്നാൽ മാത്രമേ എനിക്കിത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. സ്റ്റാർട്ടിംഗ് സോഫ നമുക്ക് 10,000 രൂപ മുതലുള്ള, വെറും 10,000 രൂപയ്ക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ സോഡിയാക് സിസിൽ നിന്ന് നമുക്ക് കാണുന്ന സോഫ സെറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാണ്. അലമാരികളൊക്കെ എങ്ങനെയാ? അലമാരി നമുക്ക് 5,800 മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ്. വെറും 5,800 രൂപയ്ക്കാണ് ഈ കാണുന്ന അലമാരികളൊക്കെ നിങ്ങൾക്ക് സോഡിയാക് സിൽക്സിൽ നിന്നും സ്വന്തമാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ തേക്കിന്റെ അലമാരിക്കൊക്കെ എന്താ വില? തടി അലമാരിക്കൊക്കെ തേക്കിന്റെ തടി അലമാരി വന്നിട്ട് നമുക്കൊരു 30 രൂപ. 30,000 രൂപയ്ക്ക് നല്ല സൂപ്പർ തേക്കിന്റെ, അതും അടിപൊളി ഡിസൈനിലുള്ള സാധനമാണ് നമുക്ക് ഈ ഒരു ഫർണിച്ചർ ഷോപ്പ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച്? അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പം വിപിൻ എനിക്ക് ഓർഡർ തരുവാണ്, ഈ മോഡല് എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? ചെയ്തു തരാനും പറ്റും, പോളിഷ് ചെയ്യാതെ തരാനും പറ്റും. അതായത് ചില കസ്റ്റമർ പറയും നിങ്ങൾ പോളിഷ് ചെയ്തിട്ടേക്കോ, ഈ സാധനം ഇത്ര ക്വാളിറ്റി വേണം, പോളിഷ് ചെയ്യാതെ സാധനം തരാം. അതായത് നമ്മുടെ സോഡിയാക് ഫർണിച്ചർ വന്നാലുള്ള ഒരു ഗുണം, അവർ പറയുന്നത് പോളിഷ് ചെയ്യാതെ, അതായത് അവർക്ക് കസ്റ്റമറുടെ വിശ്വാസം വേണ്ട അല്ലേ? കസ്റ്റമറുടെ വിശ്വാസം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പൊ ഷോപ്പ് തുടങ്ങിയിട്ട് 1.5 ആയിട്ടില്ല.
ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കസ്റ്റമറിന്റെ ഞാൻ ഓരോ കസ്റ്റമറുടെയും ഫോൺ നമ്പർ നിങ്ങൾ അവരെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് അന്വേഷിക്കാം. അതായത് ഒരു കസ്റ്റമറെ വിളിച്ച് നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം സാധനം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലോങ് ആയിട്ട് ഇപ്പൊ ഞാൻ കൊടുത്തെങ്കിൽ ട്രിവാൻഡ്രം. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തെ കസ്റ്റമറിനെ വിളിക്കാം. കോഴഞ്ചേരി കൊടുത്തിട്ടുണ്ട്, സീതത്തോട് കൊടുത്തിട്ടുണ്ട്, കോന്നി, റാന്നി, ഇന്നലെ കൊടുത്തത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിസ്റ്റ് ഞാൻ തരാം. നിങ്ങൾ അതിൽ നിന്ന് ആളെ വിളിച്ചോളൂ. അപ്പം ഇവരുടെ സ്റ്റോക്ക് ബുക്ക് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്ന് ഒരു കസ്റ്റമറെ വിളിക്കാം. പേടിയല്ലോ ഉണ്ടോ? ഒരു പേടിയില്ല, ധൈര്യമായിട്ട് വിളിക്കാം. പറയുന്ന കസ്റ്റമറെ നിങ്ങൾ പറയുന്ന കസ്റ്റമർ അല്ല, വിളിച്ചോളൂ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. നോക്കട്ടെ, ഇതെല്ലാം ഓരോ കസ്റ്റമറുടെ പേരും ഡീറ്റെയിൽസും അവരുടെ ഫോൺ നമ്പരും നമ്മൾ പർച്ചേസ് ഒക്കെ ഉണ്ട്. ഓരോ ഡേറ്റിലും കിടക്കുക സാധനം അല്ലേ. കൂടുതൽ സാധനം എടുത്തവരെ വിളിക്കാം. അതാണ് എൻ്റെ കറക്റ്റ്. ഹരിബാബു, തിരുവനന്തപുരത്തുള്ള ആൾ ഇവിടെ വന്ന് സാധനം മേടിച്ച് എന്തുകൊണ്ടാന്ന് അറിയണം. അപ്പം നമ്മളാ ചോദിക്കാം. അവിടെ വട്ടിയൂർക്കാവുള്ളേ. ആ ശരി, ഇയാളെ തന്നെ 90 37 37 95 93 23 39. ലൗഡ് സ്പീക്കർ ഇട്ടോ. ഹലോ ആ ഹരിബാബു സാർ ആണോ? ആ സാറേ, എൻ്റെ പേര് വിപിൻ എന്നാണ്. ഞാനിപ്പോൾ ഒരു ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്, വി ചാനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇവിടെ ഈ കുന്നിക്കോട് പത്തനാപുരം റൂട്ടിൽ ഒരു സോഡിയാക് ഫർണിച്ചറിൽ വന്നതാണ്. അപ്പം അവിടെ വന്നപ്പോൾ നമ്മളവിടെ അവിടുത്തെ ഒരു ഓഫർ കണ്ടുകൊണ്ട് അവിടെ കയറിയതാണ്. അപ്പോൾ അവരുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു നമ്പർ എടുത്തിട്ട് ഒന്ന് വിളിക്കുമായിരുന്നു. സാർ ഇവിടുന്ന് പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടോ? സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഹരിബാബു, ഞാൻ ഇപ്പം എന്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് മുഴുവൻ അവിടുത്തെ പ്രോഡക്റ്റാണ്. എന്റെ ഡ്രോയിങ് റൂം, എന്റെ ഇത് കംപ്ലീറ്റ് അവിടുത്തെ ഫർണിച്ചറാണ്. അത് ശരി. അതായത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം 1-2 ചെറിയ ഐറ്റംസ് വാങ്ങി. തേക്ക് എന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് തന്നു. പലയിടത്തും തേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിച്ചുള്ള സാധനങ്ങൾ തേക്കല്ലാതായിട്ടുണ്ട്, വാലപ്പഴക്കം കൊണ്ട്. അങ്ങനെ പുള്ളിയുടെ ആ ഒരു 2 ഫർണിച്ചർ ഞാൻ എന്റെ പത്തനാപുരത്ത് ഞാൻ ഒരു പുതിയ വീട് വെച്ചു. അവിടേക്ക് ഞാൻ വാങ്ങിയപ്പോൾ അതുകൊണ്ടാണ് അടുത്തത് നിങ്ങൾ ചോദിക്കും. ഞാനിവിടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു കസ്റ്റമറെ ഫീഡ്ബാക്ക് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ബുക്ക് എടുത്തു പറഞ്ഞു, ഇഷ്ടമുള്ളവരെ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തിരുവനന്തപുരം പത്തനാപുരത്ത് ഒരു വീട് വെച്ചു. അപ്പൊ ആ വീട്ടിലേക്ക് പിടവൂർ അടുത്തായതുകൊണ്ട് ഞാൻ ഫർണിച്ചർ വാങ്ങി. ഓക്കെ. ആ ഫർണിച്ചർ കണ്ട് അതിന്റെ ഗുണവും അതിന്റെ ഗ്യാരണ്ടിയും കാര്യങ്ങളും പുള്ളിയുടെ സത്യസന്ധമായ നിലപാട് കണ്ടിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിലെ പഴയ ഫർണിച്ചറെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ എന്റെ വീട് മുഴുവൻ അദ്ദേഹത്തിന്റെ ഫർണിച്ചറാണ്. പുതിയ ഐറ്റം സാധനങ്ങളെല്ലാം കിട്ടി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ അല്ലേ? ക്വാളിറ്റി സാധനം, അതായത് അങ്ങനെ തരുന്ന ഫർണിച്ചറിന്റെ ഏറ്റവും അകത്ത ഒളിയുന്ന ഭാഗത്ത് പോലും വേറൊരു തടി അങ്ങനെ കേട്ടിട്ടില്ല. ശരി. പിന്നെ അത്രയ്ക്കും വിശ്വാസമാണ്. സത്യസന്ധമായ ദൈവത്തെ മുൻനിർത്തിയുള്ള അങ്ങനെ ഇടപെടിയില്ല. ഒരു കസ്റ്റമറിന് മാക്സിമം എങ്ങനെ കുറച്ചു കൊടുക്കാൻ പറ്റുന്നുള്ള അത് അങ്ങനെയുള്ള ലാഭത്തിന് നിന്നുകൊണ്ട് ലാഭം കുറച്ചായാലും എങ്ങനെയോ ഏത് രീതിയിലായാലും ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. എന്റെ ഒരു 2-3 ആൾക്കാരുടെ ഉടനെ അവിടുത്തെ ഫർണിച്ചർ എടുക്കാൻ വേണ്ടി ഞാൻ അത് റെക്കമെൻഡ് ചെയ്തു. അപ്പൊ എന്തായാലും പോലെ എല്ലാവരോടും പറഞ്ഞു സാറേ, ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിന്റെ വീഡിയോ എടുക്കാനായിട്ട് അവിടെ വന്നത്. അപ്പൊ ഓക്കെ, നിങ്ങള് ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കണ്ട, എന്റെ വാക്കിനെ വിശ്വസിച്ചോ. ഉറപ്പായിട്ടും താങ്ക് യു. അദ്ദേഹം ഉടമസ്ഥനാണ്, പലതും പറയും. ഓക്കെ, താങ്ക് യു. ഞാൻ തിരുവനന്തപുരത്ത് അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഉള്ള ഒരാളാണ്. ഓക്കെ സാറേ, ഓക്കെ. അപ്പൊ എന്തായാലും കോൾ എടുത്തതിന് നന്ദി. അപ്പൊ എല്ലാവരോടും പറ ക്രിസ്മസ് ന്യൂ ഇയറിന് പോരെ. അപ്പൊ എന്തായാലും എന്റെ വക ഒരു ഷൈക്കാൻഡ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇഷ്ടമുള്ള ഒരു കസ്റ്റമറെ വിളിച്ചത്, അവര് വിളിക്കാൻ പറഞ്ഞ സ്വീകരിച്ച് ബുക്ക് കൊണ്ടുവന്നു. വിപിനെ, ഈ ബുക്കിന്റെ അകത്ത് 2 പേരും, അതായത് ഞാൻ പറഞ്ഞില്ലേ 1.5 ആയിട്ടില്ല, ഇത്ര ഒരു 460 പേർക്ക് ഞാൻ സാധനം കൊടുത്തിട്ടുണ്ട് ഇതുവരെ. 460 പേർക്ക് ആരെ വേണേലും ഈ ബുക്കിൽ അവരുടെ അത്രയും പേരുടെ നമ്പർ കാണുന്നുണ്ട്. അതില്ലാത്ത നമ്പർ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് എൻ്റെ മൊബൈലിൽ കാണുന്നുണ്ട്. അവരെ വിളിച്ച് നിങ്ങൾക്ക് എവിടെ വേണേലും ചോദിക്കാം, ഞാൻ കൊടുത്ത ഐറ്റംസ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ കുന്നിക്കോട് പത്തനാപുരം റൂട്ടിൽ അവണീശ്വരത്തുള്ള സോഡിയാക് ഫർണിച്ചർ പോലെ നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവത്തില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരും. നമ്മുടെ ഈ ബെഡ്റൂം സെറ്റിനൊക്കെ ഉണ്ട്, ഇപ്പൊ എല്ലാവരും വീടുകളിൽ ബെഡ്റൂം സെറ്റ് ആയിട്ടാണല്ലോ ഒരു റൂമിലൊക്കെ മേടിച്ചിരുന്നത്. ഓക്കെ, അതിന്റെ റേറ്റ് എങ്ങനെയാ? ഈ ബെഡ്റൂം സെറ്റിന് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ എന്റെ വില പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്താം. അതായത് ഈ ബെഡ്റൂം സെറ്റ് 3 ഡോർ വാർഡ്രോബ്, ഡ്രസ്സിംഗ് ടേബിള്, കോട്ട് ബോക്സ്, ഈ പിന്നെ
ഈ കോട്ടാണെങ്കിൽ സ്റ്റോറേജ് കോട്ടാണ്, അടിയിൽ സ്റ്റോറേജ് കോട്ടാണ്. അപ്പൊ ഇതിന്റെ ഞാൻ ഈ ബെഡ് ഉൾപ്പെടെ വിൽക്കുന്ന ഇപ്പോഴത്തെ വില, അതായത് ക്രിസ്മസ് കാലം അല്ലാതിരുന്നപ്പം, അതായത് നമ്മൾ ഓഫർ ഇപ്പൊ പറഞ്ഞില്ലേ ഓഫറിന് പുറമെ എല്ലാവരും, അപ്പം അതിന് മുമ്പിട്ട് നമ്മള് 35,500 ഇത് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആദ്യം വരുന്ന 10 പേർക്ക് 29,900, അതായത് 5,000 രൂപ ലാഭം വിത്ത് ബെഡ്. നേരത്തെ ഞാൻ 29,900 വിത്ത് ബെഡ് അടക്കം ഈ ഒരു ബെഡ്റൂം സെറ്റ് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന് നമ്മുടെ സോഡിയാക് ഫർണിച്ചർ വന്നാലും സ്വന്തം അല്ലേ? അതായത് 5,000 രൂപ ലാഭം. ധൈര്യമായിട്ട് വരെ 10 പേർക്ക് 5,000 രൂപയാണ്, 50,000 രൂപ കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫർണിച്ചർ ഐറ്റമാണ് ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ ഡൈനിങ് ടേബിളിന് എന്താ ഓഫർ ഉള്ളത്? ഇപ്പൊ ഞാൻ ഇച്ചിരി മുമ്പ് പറയുന്നത് ഓഫർ എന്ന് പറയുമ്പോൾ ക്വാളിറ്റിക്കകത്ത് കുറച്ചിട്ടായിരിക്കും നമ്മൾ ഈ സാധനം, അതായത് വെയിറ്റ് ചെയ്യാൻ കാണിക്കാം. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു കസേര ഒന്ന് എടുത്ത് പൊക്കി നോക്കിയിട്ട് ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു കസേര എടുത്തോ. ഇതിന്റെ ഈ പടിയെ കണ്ടോ, ഈ കനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പം വിപിൻ എന്നോട് ചോദിച്ചത് ഓഫർ എന്തുവാണെന്ന് ചോദിച്ചത്. അപ്പൊ എല്ലാവരും ഓഫറിന്റെ പുറയിലാണ്. ഈ കസേര നമുക്ക് ഓഫറിന് കൊടുക്കാൻ പറ്റൂ. അതായത് ഇപ്പം 1,100 രൂപയ്ക്ക് കസേര, 1,500 രൂപയ്ക്ക് ദിവാങ്കോട്ട്. ഒരു ദിവാങ്കോട്ട് തുണി അടിക്കുന്നതിന് 1,500 രൂപയാണ്. അതായത് ഈ തുണി മാത്രം ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്നതിന് 1,500 രൂപ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓഫർ എന്തുവാ? ഓക്കെ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഓഫർ ഇതാണ്. ഇത് ഞാൻ 18,500 കൊടുക്കുന്ന ഡൈനിങ് ടേബിളാണ്. ഇത് അക്കേഷ്യ വുഡാണ്. ഇത് ഇത്ര ഡിസൈൻ വർക്ക് എല്ലാം ചെയ്ത് അക്കേഷ്യ വുഡാണ്. കസേര നിങ്ങൾക്ക് ഏത് കസേര വേണം, അതായത് അക്കേഷ്യയുടെ ഏത് കസേര വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. 18,500, അതായത് 20 രൂപ പറഞ്ഞിട്ട് 18,500 ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന സാധനം ഇത് 2 പീസേ ഉള്ളൂ. 2 പീസേ ഉള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അതായത് ഞാൻ ഓഫർ ഇട്ടേക്കുന്നതല്ല, ഓഫർ ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് 18,500 കൊടുക്കുന്ന സാധനം ലാസ്റ്റ് പ്രൈസ് 14,500 കൊടുക്കും. അതായത് 2 പീസേ ഉള്ളൂ. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സോഡിയാക്കില് ഡൈനിങ് ടേബിള് വിത്ത് അടിപൊളി ചെയർ കേട്ടോ. ഞാൻ എടുത്തു നോക്കിയാണ്, അടിപൊളി വെയിറ്റ് ഉള്ള നല്ല സൂപ്പർ ചെയർ. വെറും 14,500 കേട്ടോ. ധൈര്യമായിട്ട് പോരെ? ഉറപ്പാണ്. 2 പീസേ ഉള്ളൂ. 2 പീസ്. ഓക്കെ, മൂന്നാമത് പീസ് ചോദിച്ചാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ഇട്ടു, ഇതിന്റെ അടിയിൽ ഭയങ്കര കമന്റ്സ് ആയിരിക്കും വരുന്നത്, ഭയങ്കര തള്ളുക, ക്വാളിറ്റി എന്തോ അതായത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു കാര്യം മാത്രം കാണിക്കാം. ഞാൻ പറയുന്നത് വിപിൻ ചെയ്യുമല്ലോ? ഉറപ്പായിട്ടും. അപ്പൊ ഈ ഐറ്റംസ് എന്തോന്ന് മനസ്സിലായത്? കട്ടിലിന്റെ തലഭാഗമാണ്. ആദ്യം ഇത് വാൽഭാഗം. ഈ ഇത് അടിപ്പടിയാ. ഒന്ന് എടുത്ത് നോക്ക്, എടുക്കാൻ പറ്റുമോ എന്ന്. അടിഭാഗം. അപ്പൊ അടിഭാഗം എടുക്കും. ഇനി വന്നട്ടെ, കഴിഞ്ഞു. ഒരാൾ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പൊ 2 പേരോട് കൂടിയേ ഇത്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ വെളിയിൽ പാറക്കല്ലും എല്ലാം കെട്ടിട്ടുണ്ടോ? ഇവിടെ വല്ല വെയിറ്റ് വല്ലതും വെച്ചിട്ടുണ്ടോ? ഇപ്പൊ നോക്കി ഇവിടെ എന്തെങ്കിലും വല്ല നമ്മളെ ഇഷ്ടികയോ എവിടെയെങ്കിലും കെട്ടി, അല്ല ചിലപ്പോ ഇത് കാണുന്നവർ വിചാരിക്കും അവിടെ അവർ കെട്ടി വെച്ചേക്കോന്ന്. അങ്ങോട്ടൊന്ന് മാറ്റിയോല്ലോ. ഇത്രയും ക്വാളിറ്റിയിലുള്ള സാധനം. ഞാൻ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം ഈ തടിയുടെ ഇത്രയും തിക്നെസ് ഇട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇപ്പം ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിരലും കൊണ്ട് എടുത്തോണ്ട് പോകുന്ന കട്ടിൽ ഉണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തടിയുടെ തടിക്കനം കുറയുമ്പോൾ വില കുറയും. അതാണ് മറ്റുള്ള ഷോപ്പുകളും സോഡിയാക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അവർ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പിന്നെ ഓഫറുകൾ കൊടുക്കുന്നു. ഫുൾ തേക്ക് വുഡാണ് ഇത്. നമ്മള് 30 രൂപയ്ക്കാണ് ഞാൻ ഇതുവരെ ഇവിടെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്കിതൊരു 27 രൂപയ്ക്ക് കൊടുക്കും. 27,000 രൂപയ്ക്ക് താണ്ടെ തേക്കിന്റെ നല്ല അടിപൊളി ഊഞ്ഞാല് വീട്ടിലോട്ട് പോയി മേടിച്ചോണ്ടിട്ട് ആടാൻ പറ്റും. വെറും 27,000 രൂപ അല്ലേ? ഫുള്ള് തേക്ക് തന്നെ? ഫുൾ തേക്ക്. ഇടയ്ക്ക് മഹാഗണി ഒന്നും കേട്ടിട്ടില്ല. അതിപ്പോ നിങ്ങൾ കേട്ടായിരുന്നല്ലോ കസ്റ്റമർ പറയുന്നത്. ഓക്കെ, TV സ്റ്റാൻഡില് ഇതിപ്പോ എന്താ റേറ്റ് വരുന്നയാ? ഇതിപ്പോ ഞാൻ റേറ്റിന്റെ കാര്യം പറഞ്ഞത് ഇത് പോസിറ്റീവിന്റെ ബോർഡ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 5 ഇയർ വാറന്റിയാണ്. 5 ഇയർ വാറന്റി. ഈ വാറന്റി ഇല്ലാത്ത ഒരു സാധനവും, വാറന്റിയും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സാധനം ഈ ഷോപ്പിലില്ല.
350 രൂപയുടെ പ്ലാസ്റ്റിക് ചെയർ ആയാലും 1 ഇയർ വാറണ്ടി Warranty ഉണ്ട്. വാറണ്ടിയാണ്. രണ്ടിത് ലൈറ്റ് വരുന്ന ഐറ്റംസ് ആണ്. മുകളിൽ ലൈറ്റ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ 16,500 സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് 13,500 സെയിൽ. 13,500 താണ്ട ഈ ഒരു അടിപൊളി കാണാം. നല്ല കട്ടിയുള്ള നല്ല തിക്നെസ് ഇട്ടുള്ള സാധനങ്ങളിട്ടാണ് ഇവർ പണിതിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സോഡിയാക് ഫർണിച്ചർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, അതായത് ഓരോ കസ്റ്റമർക്കും അതായത് അവരെ സാറ്റിസ്ഫാക്ഷൻ വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ സാധനങ്ങൾ കൊടുക്കുന്നത് അല്ലേ? തീർച്ചയായും. അപ്പം എന്താ വെച്ചാൽ ആ ഒരു കസ്റ്റമർ ഫീഡ്ബാക്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന് നിങ്ങൾ ഫർണിച്ചർ മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു പത്തനാപുരം കുന്നിക്കോട് റോഡിലുള്ള നമ്മുടെ സോഡിയാക് ഫർണിച്ചറിൽ വന്നാൽ നിങ്ങൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഗുണമുള്ള സാധനം ഇവിടുന്ന് കിട്ടുന്ന 100% ഗ്യാരണ്ടിയോട് കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പം എല്ലാവരും നേരെ നമ്മുടെ പത്തനാപുരം കുന്നിക്കോട് റോഡിലുള്ള സോഡിയാക് സിസ്റ്റോർ വരെ. സാറേ എന്തായാലും ഈ ഒരു രീതിയിൽ ബിസിനസ് ചെയ്തതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷം. അപ്പം വരും വർഷങ്ങളിൽ മുന്നോട്ട് വന്നിട്ട് എന്താ പറയുന്നത് ഓരോ ആനിവേഴ്സറിക്കും വീഡിയോ എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ. കാരണം അതുപോലെ വാട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.